It's me Marina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് ഏറ്റവും ചീപ്പ് കോസ്റ്റിൽ ചോക്ലേറ്റും ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നുമില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വേഗം നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കൊക്കോ പൗഡർ ആണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പോളം കൊക്കോ പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിന് കൂടുതൽ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഒരു അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. കൂടുതലൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1/2 കപ്പ് പാലിന് പതിയെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോഴും കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും തിക്നെസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 15-20 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ ഗനാഷിന്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് കേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെ പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.